പ്ലീസ് മാഡം, പ്ലീസ് മാഡം, പ്ലീസ്. നീ എന്തിനാ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നേ? പ്രണവേ, എന്നെ ഇവരകത്തേക്ക് വരെ സമ്മതിക്കണില്ല. തടഞ്ഞു നിർത്ത്. സ്റ്റാഫുകൾ നിന്നെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. നിനക്ക് അറിഞ്ഞൂടെ അത്? ഈ ഓഫീസിലോട്ട് വന്നു കയറാൻ നാണം തോന്നില്ലേ നിനക്ക്? ഇതെന്റെ ഹസ്ബൻഡിന്റെ ഓഫീസാ. ഇവിടേക്ക് വരാൻ ഒരു നാണത്തിന്റെ ആവശ്യമില്ല. അതിനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട്. ആരടി നിന്റെ ഹസ്ബൻഡ്? നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ആശുപത്രി വെച്ച് അവസാനിച്ചതാ. മര്യാദക്ക് ഇറങ്ങി പോവാൻ നോക്ക്. നോക്ക് പ്രണവേ, ഇതാ കൈ കൊണ്ട് എന്റെ കഴുത്തി കെട്ടിയ താലിയല്ലേ, അത് മറക്കരുത്. അബദ്ധത്തിലും ഞാനൊരു തെറ്റ് ചെയ്തു പോയി എന്ന് കരുതി ഭാര്യ ഭർത്തൃബന്ധം ഇല്ലാതാവോ പ്രണവേ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്ന് കരുതി അറുത്തു മുറിച്ച് ഭർത്താവല്ല എന്നൊക്കെ പറഞ്ഞ അതെനിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുമെന്നറിയോ? നിങ്ങളിലും കല്യാണം കഴിച്ചവരൊക്കെ കാണൂലേ? നിങ്ങളും വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ പെരുമാറുന്നത്? അല്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടാവാറില്ലേ? എന്ന് കരുതി അതോട് ആ ബന്ധം ഉപേക്ഷിച്ച് കളയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. കഷ്ടമുണ്ട് പ്രണവേ, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. നീ എന്താ എല്ലാവരും മുന്നേ അഭിനയിച്ച് കാണിക്കുകയാണ്? നീ കാണിച്ചു കൂട്ടിയതെല്ലാം മറന്നിട്ട് ഇനിയും ഞാൻ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കണോ? കൊള്ളാം. മര്യാദക്ക് ഇറങ്ങി പൊക്കോ ഇവിടുന്ന്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പറഞ്ഞേക്കാം. ആഹാ, എങ്കിൽ വിളിക്ക്, പോലീസിനെ വിളിക്ക്. മാറൂച്ച, അവര് വന്നിട്ട് തീരുമാനിക്കട്ടെ ന്യായം എന്താണെന്ന്. അതുവരെ ഞാൻ ദേ ഇവിടെ ഇരിക്കാൻ പോവാ. വിളിക്ക്, പോലീസിനെ വിളിക്ക്. അവര് വരട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് അവര് തീരുമാനിക്കട്ടെ. എഴുന്നേക്ക അവിടുന്ന്. എഴുന്നേക്കടി. ഇല്ല, എഴുന്നേക്കില്ല. എഴുന്നേക്കാനാ നിന്റെ അടുത്ത് പറഞ്ഞേ? എഴുന്നേക്കൂലെന്നല്ലേ പറഞ്ഞേ? ആരെ വേണമെങ്കിലും വിളിച്ചോ. എനിക്കൊരു തീരുമാനം എന്ന് ഉണ്ടാക്കണം. പ്രണവ് ഭാര്യയായിട്ട് എന്നെ അംഗീകരിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നത് എന്താ കാര്യം? പോലീസ് ഒന്ന് പിടിച്ചോണ്ട് പോ, ജയിലിടോ, എന്താന്ന് വെച്ച ചെയ്യട്ടെ. എഴുന്നേക്കടി. കഷ്ടമല്ലേ സാർ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർത്താ പോരെ? ഇതൊക്കെ മോശമാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവുമ്പോൾ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ കാണും സാർ. നമ്മുടെ ഓഫീസ് കാര്യം പോലെ അല്ലല്ലോ അത്. ആ പാവം കരയുന്നത് കണ്ടില്ലേ? നിങ്ങൾക്ക് ഇവള് ചെയ്തതെന്നും അറിയാഞ്ഞിട്ടാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഇവളെ ഇവിടുന്ന് ഇറക്കി വിടും. എന്ത് സത്യം? അതിനുവേണ്ടി എന്ത് വലിയ തെറ്റാ ഞാൻ ചെയ്തേ? എന്താ സാറേ, എന്താ പ്രശ്നം? അത് പറയേ, പറഞ്ഞു കൊടുക്ക് പ്രണവേ. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എല്ലായിടത്തും പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് അവര് പറയട്ടെ ഞാൻ ചെയ്ത തെറ്റാണോ ശരിയാണോ. എന്താ സാറേ ഇഷ്യൂ? പറഞ്ഞു തീർക്കാനുള്ള പ്രശ്നമാണെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാന്നേ. പറ, എല്ലാരും കേക്കട്ടെ. എന്തിനാ മടിക്കുന്നേ? എന്തിനാണോ നീ മടിച്ചിരിക്കുന്നത്? പറഞ്ഞു കൊടുക്കല്ല, ഒരു മടിയും വേണ്ട. ഇവള് കാണിച്ചത് എന്താണെന്ന് നമ്മുടെ സ്റ്റാഫുകളെല്ലാം കേൾക്കട്ടെ. ഏട്ടാ, അത് പിന്നെ നീ സ്വന്തം അഭിമാനം ഇല്ലാതാവുമെന്ന് പേടിച്ചിട്ടാണോ അത് പറയാതിരിക്കുന്നത്? എന്നാ ആ പേടി വേണ്ട. നമ്മുടെ സ്റ്റാഫുകളെന്ന് പറയുന്നത് നമ്മുടെ ബന്ധുക്കളെ പോലെ തന്നെയാണ്. അവർ സത്യം അറിയണം. അതില് ഒരു മടിയും കാട്ടേണ്ട. പറയടാ അങ്ങോട്ട്. പറയാം, എല്ലാം ഞാൻ പറയാം.